എന്നും മഞ്ഞത്തോരനും വെള്ളത്തോരനും ഒക്കെ അല്ലേ നമ്മൾ ക്യാബേജ് ഇട്ട് ഉണ്ടാക്കുക. പിന്നെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ, മെഴുക്കുവരട്ടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇത് 1/2 കിലോ ക്യാബേജാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു വലിയ സവാള അതിനെ ചെറുതാക്കി അരിഞ്ഞതെടുത്തു. പിന്നെ ഒരു 3-4 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതും കൂടെ ഇട്ടിട്ട് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തു കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് അടച്ചു വെച്ചു. ഇനി ഇതിങ്ങനെ വഴറ്റി കൊണ്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 30 സെക്കൻഡ് അങ്ങനെ വെച്ചിട്ട് അത് തുറന്നു കഴിയുമ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ടാവും. ഇനി തുറന്നിട്ട് നമ്മളിതിലേക്ക് മുളക് ചേർക്കാം. അപ്പോൾ പൊടിച്ച മുളക് പൊടിയാണെങ്കിൽ സവാള നന്നായിട്ട് വാടിയതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ. ഇത് കുത്തിപ്പൊടിച്ച മുളകാണ്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ. പിന്നെ കറിവേപ്പില സാധാരണ പോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഈ സവാളയും ഈ മുളകും നന്നായിട്ട് മൊരിഞ്ഞു വന്നപ്പോൾ നമ്മളതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അത് അധികം എരിവില്ലല്ലോ. എരിവുള്ള മുളകാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. കുത്തിപ്പൊടിച്ച മുളകില്ലെങ്കിൽ മുളക് പൊടി സവാള നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ മുളകൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ തോരൻ അരിഞ്ഞു വയ്ക്കുന്ന പോലെ അരിഞ്ഞു വെച്ച ക്യാബേജ് ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കറിയിൽ നാളികേരം ഒന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നാളികേരത്തിനൊക്കെ വില കൂടുതലല്ലേ, അപ്പോൾ നാളികേരം ഇല്ലാത്തൊരു ഉപ്പേരി ക്യാബേജ് കൊണ്ട്. അങ്ങനെ തട്ടിപ്പൊത്തി എല്ലാതും കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, സിമ്മിൽ വെച്ചാൽ മതി. എന്നിട്ട് വീണ്ടും ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും വെള്ളമില്ല കേട്ടോ, സിമ്മിൽ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ വേഗം അടിയിൽ കരിഞ്ഞു പോകും. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നും കൂടെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ കറി റെഡി ആയിട്ട് ഉപ്പേരി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി